മനുഷ്യരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ അയാളുടെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അത് കേട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തർ കമൻ്റ് ഇടുന്നതാണ് ഇങ്ങനെയൊക്കെ. പാമ്പ് കടി കൂടാൻ കാരണം ഇയാളാണ്, ഓമന പേരിട്ട് ഉമ്മ കൊടുത്ത് പാമ്പിനെ വെറുതെ വിടുക, പാമ്പ് പെറ്റുപെരുകി തിരിച്ചു വരും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് തല്ലിക്കൊല്ലണം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ എത്ര നിസ്സാരമാണോ ഈ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ? അങ്ങനെ ചിന്തിക്കുന്നവർ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് അവർ പറഞ്ഞതാണ്, ഒരു ഫോട്ടോയൊക്കെ ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയ്ക്കാണ് അത് ആദ്യം ഇരുന്നത്. പക്ഷേ അത് കഴിഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേ പേര് വലിയ ആവേശത്തിൽ വന്നിട്ട് പിടിക്കുക അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ കുത്തി ഇളക്കി അതിനെ പുറത്തോട്ട് എടുക്കുകയാണ്. കുത്തി ഇളക്കി പുറത്തോട്ട് എടുത്തിട്ട് അതിനെ മെരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആഞ്ഞൊരു കടി കൊടുക്കുകയാണ്. ഒരാൾക്കിട്ട് കടി കിട്ടിയ പിന്നെ എല്ലാവരും ചെതറി ഓടി. പാമ്പ് തെക്ക് വടക്ക് ഓടി, എങ്ങോട്ട് പോയെന്നറിയില്ല. അവസാനം ആകെ വെപ്രാളം പരിഭ്രാന്തി പിടിച്ചൊരവസ്ഥയായി. അവസാനം ഇത് സംഭവം എങ്ങോട്ടാണ് പോയെന്ന് അതിൻ്റെ കല്ലിൻ്റെ ഇടക്കോട്ട് തന്നെ എന്ന് വെച്ചാൽ കൂടി നിന്നവരെല്ലാവരും ഓടി. ഇതിന് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതിന് പഠിച്ചവരെ വിളിച്ച് പറയുകയോ എന്തെങ്കിലും ചെയ്യുക. തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അവസാനം ഈ കടി കിട്ടിയ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ബാക്കിയുള്ളവരും കൂടി മെരിക്കാനായിട്ട് വന്നവരും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വല്ലതിൻ്റെ ഇതിൻ്റെ കാര്യമുണ്ടോ? അറിയാത്ത പണിക്ക് പോരുത്, എന്നിട്ട് അറിയാവുന്നവരെ കളിയാക്കുകയും ചെയ്യും. ഇത് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് തന്നെ അവസ്ഥ. എന്തെങ്കിലും ഒരു അലമാരയിലൊരു ഇതുപോലൊരു മൂർഖനെ കണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പിടിക്കുമോ? അത് ഈ വരുന്നവർ ഇതുപോലത്തെ ഒരു തെക്ക് വടക്ക് ഒന്നും അറിയാത്തവർ വന്നിട്ട് ഇതുപോലെ കടിയും കൊണ്ടുകൊണ്ട് പോകും, അത്ര തന്നെ. മറ്റേ പൊട്ടക്കണ്ണൻ്റെ മാവേട്ടേറ് പോലെ ചിലപ്പോൾ അതിൻ്റെ മെരിക്ക് നിങ്ങൾ കൊന്നു കളയുമായിരിക്കും. എന്നാൽ പോലും അതൊക്കെ യാദൃച്ഛികം മാത്രം. അത്ര കരുത്തുള്ളവർ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തോ, അത്രയല്ലേ. പക്ഷേ കളിയാക്കാൻ നിൽക്കുന്ന എന്തിനാ? അത് അവരൊരു വർക്കായിട്ട് എടുത്ത് ചെയ്യണമല്ലേ. എത്രയോ ആളുകൾക്ക് സഹായമായിട്ടുണ്ട്. ഒന്നും രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ വരെ ഒരു വീട്ടിൽ നിന്നൊക്കെ പിടിച്ച് എത്രയോ പേർക്ക് സഹായമായിരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഇങ്ങനെ ഒരു വിവരക്കേട് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാമ്പുകളേക്കാൾ വിഷമുള്ള മനുഷ്യരുണ്ട്, എത്രയോ കുഞ്ഞുങ്ങളെ. അത് കൂടുതൽ പറയാതിരിക്കണം നല്ലത്. എല്ലാവർക്കും അറിയാവുന്ന. അപ്പം ഞാൻ വംശത്തെ തന്നെ അങ്ങ് കൊന്നു കളയണോ? ആക്സിഡൻ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് വണ്ടികളെല്ലാം നിരോധിക്കണോ? ഇല്ല. അതാണ് ഇത്. ഒരിക്കലും ഈ സംഭവം നമ്മൾ മാക്സിമം സൂക്ഷിക്കുക. നമുക്ക് എന്തിനാണ് വിവരം തന്നിരിക്കുന്നത്? മനുഷ്യന് വിവരം തന്നിരിക്കുന്നത് മറ്റു മൃഗങ്ങളെക്കാളും നമുക്ക് ഇത്തിരി അറിവും വിവരവും ബോധവും തന്നിരിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉള്ളതല്ല ഈ ഭൂമി ഒരിക്കലും, മനസ്സിലായില്ലേ? എല്ലാത്തരം വിഷം ഉള്ളിലുള്ള മനുഷ്യരുണ്ട്, വിഷം നിറഞ്ഞ മൃഗങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ളതുമുണ്ട്. അതിനെയൊക്കെ നേരിട്ട് ജീവിക്കാനാണ് നമുക്ക് ബുദ്ധിയും വിവരവും തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെ ചെന്ന് ചാടി ഇത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇതാണത്. അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അല്ലാതെ ഒരു രക്ഷയ്ക്കായിട്ട് ഓടിയെത്തുന്ന ഒരാളെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറൊരാളുടെ കമൻറ്റ് കണ്ട്, ഇയാളാണ് ഈ അതിഥികളെ എല്ലാം തീറ്റ കൊടുത്ത് വളർത്തുന്നത്. എത്ര മനുഷ്യരാണ് പാമ്പുകടി ഏറ്റ് മരിക്കുന്നത്? ആരാൻ്റെ വീട്ടിൽ മരിച്ചാൽ നമുക്കെന്താല്ലേ വാവാ സുരേഷയെന്ന്. ആരാൻ്റെ വീട്ടിൽ മരിച്ചാൽ ആൾക്ക് കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഓടിപ്പിടിച്ച് വരുന്നത്? എന്തിനാണ് ദൂരത്തൊന്നും? അങ്ങൾക്ക് വേറെ ജോലി ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ. ആളുടെ ശരീരത്തിന് തന്നെ ഒരുപാട് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഈ പാമ്പ് പിടുത്തമായിട്ട് നടന്നിട്ട് തന്നെ. കയ്യിനും കാലിലാണെങ്കിൽ ഒരുപാട് പരിക്കുകളും ഒരുപാട് എന്താ പറയുക ഡിസബിലിറ്റിയും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അയാൾക്കെന്ത് നമ്മൾ വിളിക്കുമ്പോൾ ഉടനെ ഏത് ഇതിലാണെങ്കിലും ഓടി വരാനായിട്ട് എന്തെങ്കിലും കരാറുണ്ടോ? വേറെ ജോലി ചെയ്താലും പൈസ കിട്ടും, പൈസയ്ക്ക് പൈസ കിട്ടും, വേറെ ജോലി ചെയ്താലും കിട്ടും. ഇപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്നവർക്ക് എത്ര പേർക്ക് പിടിക്കാനറിയാം? എത്ര പേര് പിടിക്കും? ഈ തല്ലിക്കൊല്ലാനാണെങ്കിൽ തന്നെ കടി കിട്ടാതെ എത്ര പേര് ഇതത് ചെയ്യും, ആ പ്രവൃത്തി ചെയ്യും. അതാണ്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് ഓവറാക്കി ചളാക്കാതിരിക്കുക. ഇഷ്ടംപോലെ വൃത്തികെട്ട ഇതിനേക്കാളും വിഷമുള്ള മനുഷ്യർ വാഴുന്ന നാട് തന്നെ. അധ്യാപകരിലും ഉൾപ്പെടെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോലും മക്കളെ വിടാൻ പറ്റാത്ത സാഹചര്യമുള്ള നാടാണ്. എന്നാൽ പിന്നെ ആ വർഗത്തെ തന്നെ അങ്ങോട്ട് അടിച്ച് ഇതാക്കി കളയണമെന്നാണോ പറയുന്നത്? അതുകൊണ്ട് മനുഷ്യന് വിവേകം തന്നിരിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം? മാക്സിമം ചുറ്റുപാടുകൾ ക്ലീൻ ആക്കുക. പിന്നെ ബാക്കിയെല്ലാം ഇത് മാത്രമൊന്നുമല്ല, വരാനുള്ളതൊക്കെ എവിടെ ഇരുന്നാലും നമുക്ക് വരും. പിന്നെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം.
അപ്പോൾ അതൊക്കെ വരാതെ നമുക്ക് ഒരു സംരക്ഷണമായിട്ട് ഒന്ന് നമ്മളെ ആ ഒരു ജീവി ഉപദ്രവിക്കാതെ ഒരു സംരക്ഷണമായിട്ട് ഏത് നട്ടപ്പതിരയ്ക്ക് വിളിച്ചാലും ഒരു ഫോൺ കോൾ വരുമ്പോൾ ഓടി വരുന്ന ആ ഒരാളെ ഇതുപോലെ ആക്ഷേപിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അല്ലാതെ പിന്നെ നമ്മളുടെ അടുത്തുനിന്ന് പിടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ അതിന് എന്തെങ്കിലും ചെയ്യണോ? അങ്ങനെ നിയമമില്ലല്ലോ. അതിന് ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എനിക്ക് ഒരു സമരം ചെയ്യും. അങ്ങനെ സമരമൊക്കെ ചെയ്ത് അതിനൊക്കെ ഒരു നിലപാട് വരട്ടെ. പാമ്പുകൾക്ക് മാത്രമല്ല, വിഷമുള്ള മനുഷ്യരെ ഉൾപ്പെടെ എല്ലാത്തിനെയും ഉന്മൂലനാശം വരുത്താനായിട്ടുള്ളൊരു നിയമം വരട്ടെ. ഈ വാവ സുരേഷ് ഈ ചേട്ടൻ തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വീട് എങ്ങനെ ശ്രദ്ധിക്കണം, ഏതിലൊക്കെ പാമ്പ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെ അതൊക്കെ മാറ്റുക, ബുദ്ധിപരമായിട്ട് അതൊക്കെ മാറ്റുക. ബാക്കിയൊക്കെ നമുക്ക് നേരിടാം. അല്ലാതെ ഇപ്പോഴാണെങ്കിൽ പോലും ഒരു കോള് വന്നാൽ ആൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ആ സ്പോട്ടിൽ അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ കുടുംബം പോലും നോക്കാതെ ആ സ്പോട്ടിൽ ഇറങ്ങി നമ്മൾക്ക് സംരക്ഷണം തരുന്ന ഒരാളെ ആരാൻ്റെ വീട്ടിൽ ഉണ്ടായ എന്താ പ്രശ്നമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് വിവരമില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ. ഇനിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാനാണെങ്കിലും തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയും ഒരു സംഭവം നടന്നതിൻ്റെ ഇതിൽ ഒരുപാട് വൃത്തിയാക്കുന്നുണ്ട്. ചുറ്റുപാടുമാണെങ്കിലും വള്ളിച്ചെടികളൊക്കെ ആണെങ്കിലും ഒക്കെ മാക്സിമം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പാമ്പുകളെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അതിന് ഭയമാണ്, മനസ്സിലായോ? ഭയമുള്ളൊരു ഇതാണ്. മനുഷ്യൻ്റെ അടുത്ത് അത് വരില്ല. പക്ഷേ ഇപ്പോഴത്തെ ചൂട് നമുക്ക് തന്നെ അറിയാമല്ലോ. ചൂട് കൂടുതലായ കൊണ്ട് മാത്രമാണ് അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നമ്മൾ അതിനിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് മാത്രം ചെയ്താൽ മതി. അത് ചെയ്ത് വിടുക. അതപ്പോൾ അതിൻ്റേതായ സൗകര്യമുള്ള സ്ഥലത്തേക്ക് തന്നെ, അതിൻ്റെ ആ ആവാസ സ്ഥലത്തേക്ക് തന്നെ അത് തിരിച്ച് പൊയ്ക്കോളും. അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനതിനെ ന്യായീകരിക്കുന്നതൊന്നുമല്ല. ഈ തല്ലിക്കൊല്ലുന്നതിന് എനിക്കൊരു ഇതുമില്ല. കാരണം ഇതിനേക്കാളും വിഷമുള്ള മനുഷ്യർ ഇവിടെ നല്ലതായിട്ട് വാഴുന്നോണ്ടിരിക്കണ നാട് തന്നെ. ആദ്യം അതിനും കൂടിയൊക്കെ നിയമം വരേണ്ടതാണെങ്കിൽ. എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച ഒരാളെ ഇതുപോലെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ.